ബംഗ്ലാദേശിൽ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അവാമി ലീഗിനെ മത്സരിപ്പിക്കില്ല എന്ന് ചീഫ് അഡ്വൈസർ പറഞ്ഞു. ഈ ചീഫ് അഡ്വൈസർ എന്ന പദവിയിൽ ഇരുന്നുകൊണ്ട് 2 വർഷം മുന്നോട്ട് പോകാമെന്ന നിലയിലാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. അമേരിക്ക ബംഗ്ലാദേശിന് നൽകിയിരുന്ന സാമ്പത്തിക സഹായങ്ങളെല്ലാം നിർത്തിവെച്ചു. അപ്പോൾ ഇതെല്ലാം കൂടെ കണക്ട് ചെയ്യുമ്പോൾ ബംഗ്ലാദേശിൽ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ ഈ മുഹമ്മദ് യൂനുസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ജനങ്ങൾ തെറ്റായിരുന്നു എന്ന് തിരിച്ചറിയുമെന്നല്ലേ? ഈ മുഹമ്മദ് യൂനുസേ അവാമി ലീഗിനെ മത്സരിപ്പിക്കില്ല എന്നൊക്കെ പറയാൻ ആരാണ്? ഈ കഴിഞ്ഞ ആഴ്ച സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരു 25 അവാമി ലീഗുകാർ ആദ്യമായിട്ട് ഷേഖ് ഹസീനയെ അവിടെ നിന്ന് ഓടിച്ചതിന് ശേഷം ആദ്യമായിട്ട് അവാമി ലീഗിൻ്റെ ഒരു ജാഥ ഡാക്ക സിറ്റിയിൽ, അത് മുഹമ്മദ് യൂനുസിനെ ഞെട്ടിച്ചു. ഇത്ര ധൈര്യമായിട്ട് 25 പേരേ ഉള്ളൂ, പക്ഷേ ധൈര്യമായിട്ട് അവർ തെരുവിലിറങ്ങി. ഇത് മുഹമ്മദ് യൂനുസിനെ കുറച്ചൊന്നുമല്ല കുഴപ്പത്തിലാക്കിയിരിക്കുന്നത്. കാരണം അവാമി ലീഗ് മരിച്ചു പോയിട്ടില്ല, അവരുടെ പ്രവർത്തകരും മരിച്ചു പോയിട്ടില്ല. അവർ റീഗ്രൂപ്പ് ചെയ്തിട്ട് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരും. ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ ഒരു പക്ഷേ അവാമി ലീഗ് അധികാരത്തിൽ തിരിച്ചു വരും. ഷേഖ് ഹസീനയെ ഭാരതത്തിൽ നിന്ന് വിളിച്ചു വരുത്തി പ്രധാനമന്ത്രിയാക്കി അവർ സത്യപ്രതിജ്ഞ ചെയ്യിക്കും. ഇതാണ് ബംഗ്ലാദേശിൻ്റെ അവസ്ഥ. ഈ മുഹമ്മദ് യൂനുസ് എന്ന് പറയുന്ന അഡ്വൈസർ ഇങ്ങനെ ആരെയാണ് അഡ്വൈസ് ചെയ്യുന്നത്? ഇങ്ങരുടെ അഡ്വൈസ് കേൾക്കാൻ അവിടെ ആൾ വേണ്ടേ? അവിടെ ഒരു പ്രധാനമന്ത്രി ഇല്ല, ഇങ്ങനൊരു ഉപദേശകൻ. ആരെ ഉപദേശിക്കുന്നു? ഈ ഭോഷ്ക്ക് എത്ര കാലം കൊണ്ടു നടക്കുമെന്നാണ് മുഹമ്മദ് യൂനുസിൻ്റെ വിചാരം? ഇത് മറ്റ് രാജ്യങ്ങൾക്കൊന്നും തലയ്ക്ക് വെളിവില്ല. ഇത് ഇപ്പം ആരെയാണ് ഇയാൾ ഉപദേശിക്കുന്നത്? ആരാ ഇയാൾ? പിന്നെ അമേരിക്കൻ സഹായം നിർത്തിയത് ബംഗ്ലാദേശിന് മാത്രമല്ല, സകല സഹായം അവർ നിർത്തിവെച്ചു. US എയ്ഡ് എന്നാണ് ആ പദ്ധതിയുടെ പേര്. ആ US എയ്ഡ് അവരങ്ങോട്ട് നിർത്തി. അത് ബംഗ്ലാദേശിനുമില്ല, പാകിസ്ഥാനുമില്ല, ഒരുത്തനുമില്ല. ആർക്കൊക്കെ അത് കിട്ടിക്കൊണ്ടിരുന്നോ എല്ലാം അങ്ങ് നിർത്തി. US എയ്ഡ് നിർത്തിയെന്ന് മാത്രമല്ല, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ നിന്ന് അമേരിക്ക പിന്മാറി. അമേരിക്കയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ ഏറ്റവും അധികം സംഭാവന കൊടുക്കുന്ന ആൾക്കാർ. വല്ലവരെയും ചികിത്സിക്കാനായിട്ട് സ്വന്തം പണമെടുത്ത് കൊടുക്കണ്ടേ? അത് അമേരിക്കയുടെ കയ്യിലേ ഉള്ളൂ. അവരാണ് കൊടുത്തുകൊണ്ടിരുന്നത്, അവർ ഈ നാടകം നടത്തിക്കൊണ്ടിരുന്നു. അവർ നോക്കിക്കഴിഞ്ഞപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ വോളണ്ടിയേഴ്സായിട്ട് ഹമാസാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവർ ട്രംപ് വന്നു കഴിഞ്ഞപ്പോൾ സർവാശ്ലേഷിയായ ഒരു സർക്കുലർ അങ്ങോട്ട് ഇറക്കി. എല്ലാ രാജ്യത്തിലേക്കുമുള്ള ഈ സഹായം എന്നുള്ള പേരിലുള്ള ഏർപ്പാട് നിർത്തുക. 90 ദിവസത്തേക്ക് 90 ദിവസത്തിനുള്ളിൽ ഒരു സ്റ്റോക്ക് ടേക്കിംഗ് നടത്തുക. ആരാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ? ഇത് ടെററിസത്തിന് പോകുന്നുണ്ടോ? ടെററിസം എന്നുള്ള വാക്ക് ഉപയോഗിച്ചെങ്കിലും എക്സ്പ്ലനേഷനായിട്ട് വരുന്നത് ഇസ്ലാമിക് ടെററിസമാണ്. ഖാലിസ്ഥാനി ടെററിസം പോലുമല്ല. ഇസ്ലാമിക് ടെററിസത്തെ ടാർഗറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് സകല എയ്ഡും നിർത്തിവെച്ചു. അതോടെ ബംഗ്ലാദേശ് കുഴപ്പത്തിലായി. ബംഗ്ലാദേശ് IMF ലോണും അതും ഇതുമൊക്കെ കൊണ്ടാണ് ജീവിച്ചു പോകുന്നത്. ഈ IMF ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്ന് പറയുന്നത് അമേരിക്കയുടെ ഫണ്ടാണ്. വേറെ ആരാ ഇതിൽ ഫണ്ടിടാൻ? കാശ് കയ്യിൽ വേണ്ടേ? അമേരിക്കയ്ക്ക് ഡോളർ പ്രിൻ്റ് ചെയ്യാൻ പറ്റും ഇഷ്ടം പോലെ. ഡോളറിന് വിലയുണ്ട്. ഒരു ഡോളർ കൊടുത്തു കഴിഞ്ഞാൽ 86 ഇന്ത്യൻ രൂപ കിട്ടും. അതുകൊണ്ട് അമേരിക്ക ഇഷ്ടം പോലെ കറൻസി പ്രിൻ്റ് ചെയ്യും. അവരെ പിടിച്ചു നിർത്താൻ ആർക്കും സാധ്യമല്ല. അപ്പോൾ അവർ അവരുടെ കാശ് പിൻവലിക്കുന്നു, കൊടുക്കുന്നില്ല, കഴിഞ്ഞു. ആരൊക്കെയാണോ അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ചുകൊണ്ടിരുന്നവർ അവരെല്ലാം കുഴപ്പത്തിലാകും. ദൈവം സഹായിച്ച് ഭാരതം 10 പൈസ സഹായമായിട്ട് അമേരിക്കയിൽ നിന്ന് വാങ്ങാറില്ല. വാങ്ങേണ്ട ഗതികേടും നമുക്കില്ല. നമുക്ക് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും വേണ്ട, അവരുടെ US എയ്ഡും വേണ്ട. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ജീവനോടെ ഇരിക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ സ്വന്തം വാക്സിൻ വികസിപ്പിച്ച് ലോകത്ത് എക്സ്പോർട്ട് ചെയ്തത്. 16 രാജ്യങ്ങളിലേക്ക് കോവാക്സിൻ എക്സ്പോർട്ട് ചെയ്ത മിടുക്കന്മാരാണ് നമ്മൾ. അപ്പം നമുക്ക് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനൊന്നും വലിയ കാര്യമൊന്നുമല്ല. WHO പനി പിടിച്ചു കഴിഞ്ഞാൽ ഗുളിക നമ്മൾ കൊടുക്കേണ്ട സ്ഥിതിയാണ്. അത് കൊടുക്കാൻ നമ്മുടെ കയ്യിലുണ്ട് താൻ. ഫാർമയിൽ നമ്മൾ ഒട്ടും മോശമൊന്നുമല്ല. സോ ഇറ്റ് ഡസൻറ്റ് അഫക്റ്റ് അസ്. മാത്രമല്ല, അടുത്ത മാസം മോദിയെ ട്രംപ് ക്ഷണിച്ചിട്ടുണ്ട് ചർച്ചകൾക്കായിട്ട്. അതിൽ ബിസിനസ് ചർച്ച ചെയ്യും. ബിസിനസ്സിൽ ചിലപ്പോൾ നമുക്ക് ക്ഷീണം പറ്റിയെന്നും വരും. ട്രംപ് എപ്പോഴും നോക്കുന്നത് അമേരിക്കയുടെ താല്പര്യമാണ്, മോദി ഇന്ത്യയുടെ താല്പര്യം. ഈ 2 താല്പര്യങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാകും. ഒരു റിസൾട്ടൻറ്റ് ഡയറക്ഷനിലേക്ക് പോകും. മുഴുവൻ നമ്മൾ പറഞ്ഞെടുത്ത് ട്രംപ് വരണമെന്നില്ല, മുഴുവൻ ട്രംപ് പറഞ്ഞെടുത്ത് നമുക്കും പോകാൻ പറ്റില്ല. അപ്പോൾ ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു നെഗോഷിയേറ്റിംഗ് കണ്ടീഷനിലൊന്നുമല്ല, പിച്ചച്ചട്ടിയുമായിട്ട് നിൽക്കുകയാണ്.
അതുകൂടാതെ അന്തഛിദ്രം അതിൻ്റെ മൂർധന്യത്തിലായിരിക്കുന്നു. നമ്മളിപ്പോൾ ചെയ്യുന്നത് ബംഗ്ലാദേശിനെ ഐസൊലേറ്റ് ചെയ്യുക. പ്രാക്ടിക്കലി കമ്പിവേലി ഇട്ടിട്ട് ഏകദേശം 94% കമ്പിവേലി ഇട്ട് കഴിഞ്ഞു. ഇനി 6% ബാക്കിയുള്ളത്, 4 അതിന് ഇരട്ടി ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിനെയാണ് അതിന് നിയോഗിച്ചിരിക്കുന്നത് ഭാരതം. കാശ് കുറേ ചിലവാകും കേട്ടോ, പക്ഷേ അത് ചെയ്യിക്കുന്നു. എന്നിട്ട് ഈ കമ്പിവേലിക്ക് അപ്പുറത്ത് ബംഗ്ലാദേശ് എന്ത് വേണമെങ്കിൽ ചെയ്തോ. ഷെയ്ഖ് ഹസീനയെ വിട്ടുകൊടുക്കുകയില്ല. ഷെയ്ഖ് ഹസീനയെ വിട്ടുകൊടുക്കുന്നതാണ് മുഹമ്മദ് യൂനിസിൻ്റെ പ്രിയോറിറ്റി. ഇപ്പോൾ അതറിയാമോ? കഞ്ഞി കുടിക്കാൻ ഗതിയില്ല, അയാൾ ഷെയ്ഖ് ഹസീനയെ വിട്ടുകൊടുക്കണം. അന്താരാഷ്ട്ര സമ്മർദ്ദം കൊണ്ടുവരുന്നു. ആര് സമ്മർദ്ദം കൊണ്ടുവരാൻ? ഇയാൾ പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കുമോ? ഇതിനിടയ്ക്ക് ഒരു രഹസ്യമുണ്ട്. ഈ മൂപ്പര് ഈ നോബൽ സമ്മാനം കിട്ടിയ കാശും അതും ഇതുമൊക്കെ ഹിലരി ക്ലിൻ്റൺ ഫൗണ്ടേഷനിലാണ് ഇട്ടിരിക്കുന്നത്. ഈ ഹിലരി ഫൗണ്ടേഷൻ ട്രംപിനെതിരെ വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ നടത്തിയ ടീമാണ് അവർ. ട്രംപിൻ്റെ എതിർ ഗ്രൂപ്പാണവർ. ആ എതിർ ഗ്രൂപ്പ് ഒബാമ, ക്ലിൻ്റൺ ഇവരൊക്കെ ചേർന്ന് പൊക്കിക്കൊണ്ടുവന്ന് നോബൽ സമ്മാനം കൊടുപ്പിച്ചതാണ് മുഹമ്മദ് യൂനിസിന്. കാരണം ഒരു ട്രബിൾ മേക്കർ എപ്പോഴും അവരുടെ കയ്യിലുണ്ടാവണം. അയാൾ മുസ്ലിം ആയിരിക്കണം. സോ ദാറ്റ് അയാളെ എവിടെയെങ്കിലുമൊക്കെ അയച്ചിട്ട് ഇതുപോലെ കുഴപ്പങ്ങളുണ്ടാക്കാൻ സാധിക്കും. ഇങ്ങനെയാണ് അവർ മുഹമ്മദ് യൂനിസിനെ വളർത്തിക്കൊണ്ടുവന്നത്. ഇപ്പോൾ ഈ യൂനിസിന് ഈ ഹിലരി ഫൗണ്ടേഷനുമായിട്ടുള്ള ബന്ധം കൊണ്ട് മാത്രം ഈ ട്രംപ് ഉപദ്രവിക്കുമെന്ന് വെച്ചാൽ അയാൾക്ക് കൊടുക്കാനുള്ള കാശ് നിർത്തുക, പിന്നെ അയാൾ പട്ടിണിയായിക്കോളും, പറഞ്ഞാൽ കേട്ടോളും, വേറെ ഉപദ്രവമൊന്നും ചെയ്യില്ല. ഇതാണ് അതിൻ്റെ ഈക്വേഷൻ. മഹാകഷ്ടമാണ് മുഹമ്മദ് യൂനിസിൻ്റെയും ബംഗ്ലാദേശിൻ്റെയും കാര്യം. അപ്പോൾ ഈ എയ്ഡ് നിർത്തിക്കഴിഞ്ഞാൽ ബംഗ്ലാദേശിലൊരു കൂട്ടമരണം പോലും ഉണ്ടാകും, അങ്ങനെ പറയാൻ പറ്റും? ഭക്ഷണമൊന്നുമില്ല, പൈസയില്ല, പിന്നെ മരുന്നില്ല, ഒന്നുമില്ല. ഇപ്പം തന്നെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പം തന്നെ അവരുടെ ഫാക്ടറികൾക്ക് തീ പിടിച്ചു. അത് ജിഹാദികൾ തീ വെച്ചതാണ്. 100-200 പേര് അതിൽ മരിച്ചു. ഈ അരക്കൻ ആർമി എന്ന് പറഞ്ഞാൽ ആകാശത്ത് നിന്ന് ഒരു ആർമി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടല്ലോ, അതെ, അവർ ആക്രമിക്കുന്നു, ചൊറിയുന്നു, പിടിക്കുന്നു, അതിൽ കുറച്ച് പേര് മരിച്ചു പോകുന്നു. ഇങ്ങനെയൊക്കെ ബംഗ്ലാദേശിൽ സംഭവിക്കുന്നുണ്ട്. ബംഗ്ലാദേശിൻ്റെ വിചാരം അവരെന്തോ വലിയ തമ്പുരാക്കന്മാരാണ്, അവരെ സഹായിക്കാനായിട്ട് ചൈന വരും. ചൈനയ്ക്ക് എന്ത് കാര്യം? ചൈന ഏതെങ്കിലും രാജ്യത്ത് ഇടപെട്ടതായിട്ട് സിനിജി ഓർക്കുന്നുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല. അവർ സോഷ്യൽ മീഡിയ വഴിക്കോ ഇൻ്റലിജൻസ് കളക്ട് ചെയ്യുക, ആ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യുക എന്നുള്ളതല്ലാതെ ഒരു രാജ്യത്തിലേക്ക് പട്ടാളത്തെ അയച്ചിട്ട് അങ്ങോട്ട് ആക്രമിച്ച് കളയുക എന്നുള്ള പരിപാടി ചൈനയ്ക്കില്ല. സാമ്പത്തിക സഹായം നൽകില്ല. 10 പൈസ കൊടുക്കില്ല, കാരണം അവരുടെ കയ്യിലും ഇല്ല പൈസ. അപ്പോൾ അവർ അവരുടേതായ കളികൾ അവർക്ക് ശല്യമില്ലാത്ത രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകും എന്നുള്ളതല്ലാതെ ഈ ബംഗ്ലാദേശിൽ കയറി കളിച്ചിട്ട് ചൈനയ്ക്ക് എന്താ പ്രയോജനം? അവരുടെ ഇൻട്രസ്റ്റ് എന്താ അതിൽ? ബംഗ്ലാദേശിൽ എന്താ വലിയ ധാതു നിക്ഷേപമുണ്ടോ? ഇല്ല. എണ്ണ നിക്ഷേപമുണ്ടോ? ഇല്ല. സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഉണ്ട്. ബംഗാൾ ഉൾക്കടലിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ബംഗ്ലാദേശ്. ബട്ട് ചൈനയെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശ് ഉൾക്കടലിൽ വന്നിട്ട് അവിടെ ഒരു സ്ഥാനം വഹിക്കേണ്ട ഗതികേടിപ്പോൾ ഇല്ല ചൈനയുടെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ. കാരണം ശ്രീലങ്കയിൽ അവർക്ക് പോർട്ടുണ്ട്, ഹമ്പൻതോത്ത പോർട്ടുണ്ട്. അത് സമ്പൂർണ്ണമായിട്ട് ചൈനയുടെ നിയന്ത്രണത്തിലാണ്. അവിടെ ഏത് നിമിഷവും അവർക്ക് യുദ്ധക്കപ്പലുകൾ എത്തിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇൻ്റർനാഷണൽ സീ റൂട്ടിലാണ് ഹമ്പൻതോത്ത നിൽക്കുന്നത്. അതുകൊണ്ട് അർജൻറ്റായിട്ട് ബംഗാൾ ഉൾക്കടലിൽ ഒരു പിടുത്തം ഇടേണ്ട കാര്യം ചൈനയ്ക്കില്ല. അതുകൊണ്ട് ചൈനയെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശ് ഒരു ഇഷ്യൂ അല്ല, എങ്ങനെ വേണമെങ്കിലും തൊലയിട്ട്. നമ്പർ 2, ബംഗ്ലാദേശിൽ തലയിടുക എന്ന് പറഞ്ഞാൽ ജിഹാദികളെ തലയിലെടുക്കുക എന്നൊരർത്ഥം കൂടെയുണ്ട്. ചൈന ഒട്ടും അത് ചെയ്യില്ല. കാരണം ചൈന തന്നെ ജിഹാദികളെ കൊണ്ട് വിഷമിച്ചിരിക്കുക. അവരുടെ സിങ്കിയാങ് പ്രൊവിൻസിൽ അവരെന്തെല്ലാം ആറ്റം ബോംബ് ഒഴിച്ച് ബാക്കിയെല്ലാം ഇട്ടിട്ടുണ്ട് ഈ തലിപ്പുള്ളികളുടെ തലയിൽ. എന്നിട്ടും അത് മുഴുവൻ നിയന്ത്രണത്തിലായിട്ടില്ല. അപ്പോൾ അവർ പിന്നെ അടുത്ത തലവേദന എടുത്ത് വയ്ക്കുമോ? നമ്മൾ വയ്ക്കുമോ? നമ്മൾ കമ്പിവേലിയിട്ട് ഐസൊലേറ്റ് ചെയ്ത് നമ്മളിതിലില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ്. നമുക്ക് എന്ത് ചെയ്യും? ബംഗ്ലാദേശ് അനാഥമായി പോയി ബംഗ്ലാദേശ്. എന്നിട്ടും ഈ സിലിഗുരി മേഖലയിലേക്ക് പാകിസ്ഥാനിലെ കുറച്ച് ആർമി തലവന്മാരൊക്കെ വന്നപ്പം ബംഗ്ലാദേശിലെ പട്ടാളവുമായിട്ട് പോയി അവിടെ നിരീക്ഷിക്കുകയും. ബംഗ്ലാദേശിൻ്റെ ഇപ്പോഴത്തെ ആവശ്യമാണത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന് പേര് മാറ്റുക. അങ്ങനെ ഒരു ഡിമാൻഡ് മുഹമ്മദ് യൂനിസിന് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ എഴുതി മേടിച്ചിട്ടുണ്ട് ഈ ജിഹാദി ഗ്രൂപ്പിൽ നിന്ന്. ഇവരൊക്കെ അവിടെ ഉണ്ടല്ലോ, ലഷ്കർ ഇ തൈബ, ISIS, താലിബാൻ, പാകിസ്ഥാനിലെ ISI, ഇവരൊക്കെ അവിടെ പോയിട്ടുണ്ട്.
ഇവരുടെ താല്പര്യം ഇന്ത്യയെ ഉപദ്രവിക്കുക എന്നുള്ളതാണ്. അതിന് 20 ജനറൽമാർ പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് പോയി. അവർ ബംഗ്ലാദേശിലെ പട്ടാളക്കാർക്ക് ട്രെയിനിങ് കൊടുക്കാനെന്ന് പറഞ്ഞ് പോയി. അപ്പോൾ അവരുടെ കണക്കനുസരിച്ച് 40,000 പട്ടാളക്കാരാണ് ബംഗ്ലാദേശിലുള്ളത്, ഫൈറ്റിംഗ് ആയിട്ടുള്ള പട്ടാളക്കാർ. ഈ 40,000 തന്നെ കാണുന്നില്ല. അതെന്താണെന്ന് ചോദിച്ചു. 40,000 ആണെന്ന് ഞാനും പല വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 40,000 പേരാണ് ഫൈറ്റിംഗ് ഫോഴ്സ് എന്നൊക്കെ. ഇപ്പോഴാണ് പുറത്ത് വരുന്നത് 40,000 പോലുമില്ല, അതിൽ കുറേ അധികം പേര് 10,000 15,000 മറ്റ് രാജ്യങ്ങളിൽ കിടക്കുകയാണ്. UN പീസ് കീപ്പിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് സമാധാന സേന, അങ്ങനെ ഒരു പ്രാന്തമുണ്ടല്ലോ. അപ്പം അതിന് പോയി കഴിഞ്ഞാൽ അതിന് കാശ് കിട്ടും. ഏതൊക്കെ രാജ്യങ്ങളാണോ പട്ടാളത്തെ അങ്ങോട്ട് അയക്കാൻ തയ്യാറാവുന്നത് ആ രാജ്യങ്ങൾക്ക് കോമ്പൻസേഷനായിട്ട് വൻ തുക കിട്ടും. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ പട്ടാളത്തെ കൊണ്ടുപോക്കുമെന്ന് പറഞ്ഞിട്ട് കാശ് മേടിച്ചുകൊണ്ടിരിക്കുകയാണ് ബംഗ്ലാദേശ്. ആ സാധനം ഇപ്പോഴാണ് പുറത്ത് വരുന്നത്. പട്ടാളക്കാരുടെ എണ്ണം ഈ പറഞ്ഞ പോലെ ഇല്ലല്ലോടോ. അല്ല സാറേ, അത് കുറച്ച് അത് കോങ്കോയിൽ പോയി, റുവാണ്ടയിൽ പോയി, ഈ സൗത്ത് ആഫ്രിക്കയിൽ നിരന്തരം കിടന്ന് അടികൂടുന്ന കുറേ ചരക്കുകളുണ്ടല്ലോ. ഇവിടെയൊക്കെ സമാധാനം സ്ഥാപിക്കുന്ന സേനകളുണ്ട്. നമ്മുടെ ആൾക്കാർ പോകാറുണ്ട് കേട്ടോ, നമ്മുടെ പട്ടാളത്തിൽ നിന്നും ആൾക്കാർ പോകാറൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പോയിട്ട് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ഷെയർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, അതനുസരിച്ച് പോകുന്നതാണ്. മറ്റത് അങ്ങനെയല്ല, കാശ് കിട്ടാൻ വേണ്ടി ദാരിദ്ര്യം കൊണ്ട് പോകുന്നതാണ്. അപ്പം അങ്ങനെയൊക്കെ പോയി അത് ഒരു ഷോ കാണിച്ചു, ഒരു ഹെലികോപ്റ്ററൊക്കെ എടുത്ത് സിലിഗുരി വഴിയൊക്കെ ചുറ്റി, ഇത്രയേ ഉള്ളൂ. വേറൊരു ഷോയാണ് അതൊക്കെ. ഒരു ശക്തിയും ഒരു കഴിവും ബംഗ്ലാദേശിന് ഇല്ല. അവരുടെ വ്യവസായം മുഴുവൻ തകർന്നു. ആത്യന്തികമായി ബംഗ്ലാദേശിന് വലിയ തിരിച്ചടിയാണ് US-ൻ്റെ നിലപാട്. അപ്പോൾ ഒപ്പം അവാമി ലീഗിനെ മത്സരിപ്പിക്കില്ല എന്ന് പറയുന്നത്. അപ്പോൾ ലോകം മൊത്തം ബംഗ്ലാദേശിനെ എഴുതി തള്ളി അല്ലേ? ലോകത്തിന് ഒരു സ്വഭാവമുണ്ട്, എന്തെങ്കിലും പ്രയോജനമില്ലാത്ത കാര്യത്തിൽ പോയി തലയിടുകയില്ല. ആരെങ്കിലും എവിടെയെങ്കിലും പ്രശ്നത്തിൽ ഇടപെടുന്നുണ്ടെങ്കിൽ അതിൽ അയാൾക്ക് എന്തോ കിട്ടാനുണ്ട് എന്നാണ് അതിനർത്ഥം. അല്ലാതെ വെറുതെ വഴിയെ പോയ വയ്യാവലിയെ ആരെങ്കിലും എടുത്ത് തലയിൽ വയ്ക്കുമോ? ഈ ബംഗ്ലാദേശ് വേറൊരു ഹമാസല്ലേ ഈ സാധനം, ഗസയേക്കാൾ ഇച്ചിലൂടെ വലിയ പ്രദേശമാണ് ബംഗ്ലാദേശ്. ഗസ ആംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ബംഗ്ലാദേശായി. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഈ ഒരു ഗസയെ തലയിലെടുക്കും? വലിയ പ്രയാസമാണ്. ആരും ഒരു ചുക്കും ചെയ്യില്ല. ബംഗ്ലാദേശ് സ്വയം തിരുത്തി ഒരു തെരഞ്ഞെടുപ്പ് നടത്തി, പേരിനെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് നടത്തി ആരാണെന്ന് വെച്ചാൽ അധികാരത്തിൽ വന്നാൽ ഒരു ഡെമോക്രാറ്റിക് ഗവൺമെൻറ് എന്നുള്ള നിലയ്ക്ക് അവരോട് മറ്റുള്ളവർ സംസാരിക്കാൻ തയ്യാറാകും. അതുവരെ അവരിങ്ങനെ അനുഭവിക്കുക അവർക്ക് മാർഗമുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.